फिर सते സത്യവിശ്വാസി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇഷ്ടപ്പെടുറെ അവൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹ ചൊല്ലത് അവൻ്റെ സ്വർഗമായിട്ടിക്ക്. ആ സ്വർഗത്തിലും ചെമ്മ ന്യാമത്തുണ്ടു, ചെമ്മ അനുഗ്രഹമുണ്ട്, ചെമ്മ കൂലിയുണ്ട്. ആ എല്ലാ കൂലിരാണ്ടിയും ശ്രേഷ്ഠമായ കൂലി ചൊല്ലത് അള്ളാഹുരെ വജ്ഹ്, അള്ളാഹുരെ മുഖത്തുക്ക് നോക്കരെ ചൊല്ലതായിട്ടിക്ക്. അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്ക് എല്ലാവർക്കും പിടിയുണ്ട്. സ്വർഗത്തുക്ക് പ്രവേശിച്ച ആൽമാരൊട്ടിಗೆ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കറ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും യാറ നിഅമത്ത്, യാറ അനുഗ്രഹ നിങ്ങൾക്ക് വേണ? അപ്പൊ അങ്ങ് അള്ളാഹുട്ടെ കേൾക്കറാർ, അള്ളാഹുവെ നീന് ഞങ്ങളെ സ്വർഗത്തുക്ക് പ്രവേശിപ്പിച്ച അലം തുബയ്യിദു ഉജൂഹന, ഞങ്ങളെ മുഖ പ്രകാശിக்கிறതാക്കിയ അങ്ങനെ എല്ലാ അനുഗ്രഹവും നീ തന്നെ. ഇതിരാണ്ട് വലിയ വേറെ എന്തൊരു അനുഗ്രഹം ഇനി ബാക്കിയുള്ളേ? അപ്പൊ ഇട്ടിക്കർ ഫയക്ഷിഫുൽ ഹിജാബ്, ഒരു ഹിജാബ്, ഒരു മര, അഥവാ അള്ളാഹുരെയും അടിമമാരെയും ഇടയിൽ നിൽക്കത്തെ ഒരു മരയുണ്ട്. ആ മര നീങ്ങറ്. അപ്പ എല്ലാവരും അള്ളാഹുരെ കണ്ടാർ. ആ അള്ളാഹുരെ കണ്ട സന്ദർഭത്തിൽ അങ്ങ് ചൊല്ലതായ ഒരു പലക്ക, അഥവാ അങ്ക് അതിരാണ്ടി വലിയ ഒരു നിഅമത്ത് വേറെ കിട്ടാത്ത രൂപത്തിലായിട്ടിക്കറ് പിന്നെ അങ്ങ് പലക്ക പരുന്നത് നമുക്ക് ഹദീസിൽ കാണുക സാധ്യം. ഞാനിത് എന്തൊക്കെ ചൊന്നിട്ടായെങ്കിൽ ഞങ്ങളെ എല്ലാ പ്രവർത്തനവും, ഞങ്ങൾ എല്ലാ അമൽ ആക്കുന്നതും ഇത് മുന്നോൽ കണ്ടിട്ടായിട്ടിക്കർ, അഥവാ അള്ളാഹുരെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടായിട്ടിക്കർ. അള്ളാഹുരെ മുഖ കാണണു അല്ലെങ്കിൽ അള്ളാഹുരെ വജ്ഹരെ കാണണു ചൊല്ലിന്റെ ഒരു ഉദ്ദേശത്തിലായിട്ടിക്കർ ഞങ്ങളെ എല്ലാ പ്രവർത്തനവും ചൊല്ലത്. അയെങ്കിൽ ആ സ്വർഗ ചൊല്ലത് സഹോദരന്മാരെ, അത് ഒരിക്കലും ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. സ്വർഗത്തുക്ക് പ്രവേശിക്കണു ചൊന്തു എല്ലാ മുസ്ലിമറങ്ങും ആഗ്രഹിക്കാർ. ഏതൊരു വ്യക്തിത്തെ കേട്ടെങ്കും സ്വർഗത്തുക്ക് പ്രവേശിക്കണു ചൊല്ലത് ഒരാഗ്രഹമായിട്ടിക്കർ എല്ലാവരെയും. ഇനി മുസ്ലിം അല്ലാത്ത ഒരാളുടെ കേട്ടെങ്കും അങ്ങ ഏതെങ്കിലും രൂപത്തിൽ അങ്ങ വിചാരിക്കുന്നതായി ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തുക്ക് പ്രവേശിക്കണുണ്ട് അങ്ങും ആഗ്രഹിക്കാർ. ആയെങ്കിൽ നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസ്റ്റ് സ്വർഗത്തെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ, ക്രിയേറ്റ് ആക്കിയ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമൊട്ടിಗೆ സ്വർഗത്തെ നോക്കിയിട്ട് പറയുക അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തെ നോക്കിയിട്ട് റിട്ടേൺ വന്നിട്ട് അള്ളാഹുട്ട ചൊല്ല, അള്ളാഹുവെ ഈ സ്വർഗ ആറല്ല കേൾക്കാറാ ഈ സ്വർഗത്തെ വിഷയത്തിൽ? അങ്ങ എല്ലാരും ഈ സ്വർഗത്തുക്ക് പ്രവേശിക്കുക ആഗ്രഹിക്കാറ്, അല്ലെങ്കിൽ അങ്ങ് ഈ സ്വർഗത്തുക്ക് പ്രവേശിക്കാറ്. അതിനർത്ഥ ആ സ്വർഗത്തുക്ക് പ്രവേശിക്കുള്ള പ്രയത്നം അങ്ങ് ആക്കുവാറ്. കാരണം അത്രയും ചന്തത്തിലായിട്ടിക്കർ, അല്ലെങ്കിൽ അത്രയും ചന്തത്തിലായിട്ടിക്കർ ഈ സ്വർഗത്തെ ഉണ്ടാക്കിയത്. പിന്നെ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, ആ സ്വർഗത്തെ അല്ലാഹു കവറാക്കിയ എന്തൊരു മകാരിഹ്, ആൽമാരെ മനസ്സുക്ക് അർസവില്ലെങ്കത്തെ, ആൽമാരെ മനസ്സുക്ക് പിന്നെ ആക്കുക കഷ്ട ആവുരെങ്കത്തെ കുറെ അമല് കൊണ്ടിട്ടു അള്ളാഹു സ്വർഗത്തെ കവറാക്കിയ ആ ഹദീസ്. അങ്ങനെ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ആ കവർ ആക്കിയാൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിട്ട് അള്ളാഹു ചൊല്ലുടെ, ഇപ്പൊ നിങ്ങൾ സ്വർഗം പോയിട്ട് നോക്കൂ. ജിബ്രീൽ സ്വർഗം പോയിട്ട് നോക്കൂ. റിട്ടേൺ വന്നിട്ട് അള്ളാഹുട്ട് ചൊല്ലു, ജിബ്രീൽ, അള്ളാഹുവെ നീ ഈ രൂപത്തിലായിട്ടിക്കർ സ്വർഗത്തെ നിർമ്മിക്കർ, അല്ലെങ്കിൽ സ്വർഗത്തേക്ക് പ്രവേശിക്കുള്ളെങ്കത്തെ കണ്ടീഷൻ ഇതല്ലാണ്ടായെങ്കിൽ ആറും ആ സ്വർഗത്തേക്ക് പ്രവേശിക്കല. കാരണം അങ്ങനെ ആയിട്ടിക്കർ ആ സ്വർഗത്തെ പിന്നെ അള്ളാഹു കവറാക്കിയത്. അഥവാ ആ സ്വർഗത്തേക്ക് പ്രവേശിക്കണുണ്ടായെങ്കിൽ നിങ്ങൾ ആക്കുന്നതായ അമൽ നിങ്ങൾ പ്രയത്നപ്പെടണം. നിങ്ങളെ മനസ്സിക്ക് ഇഷ്ടമില്ലാത്ത കുറെ പ്രയത്നം നിങ്ങൾ ആക്കണു. അങ്ങനെ ആക്കിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിക്ക് പ്രവേശിക്കുക സാധ്യമായിട്ട് അർത്ഥം. ഇതൊക്കെ സമാനമായിട്ട് നരകവും അള്ളാഹു സൃഷ്ടിച്ചാൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇട്ട നരക പോയിട്ട് നോക്കുക ചൊല്ലത് നമുക്കാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നരക നോക്കുക പോണ്ടു. നരക നോക്കിയിട്ട് ബന്ധു ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ല, അള്ളാഹുവെ ഈ നരകത്തെ വിഷയത്തിൽ കേട്ടോണ്ട് ആരും പിന്നെ നരകത്തേക്ക് പ്രവേശിക്കുക സാധ്യമേ ഇല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെന്താക്കു, വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, ആ നരകത്തെ അള്ളാഹു കവറാക്കറ. എങ്ങനെ?
ഷഹവാത്ത് ഒരു മനുഷ്യരെ നഫ്സുക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നതുണ്ടാ അതുകൊണ്ടിട്ടു അള്ളാഹു എന്താക്കുക നരകത്തെ കവറാക്കുക. പിന്നെ ജിബ്രീലിന്റെ ബദല പോയി നോക്കിച്ചിട്ട് അങ്ങനെ ജിബ്രീൽ അലി ഇസ്ലാം ബദല പോയി നോക്കി വന്നിട്ട് ചൊല്ല അള്ളാഹുവെ ഇങ്ങനെ ഇട്ടിക്കറ് നരകാണ്ടായെങ്കിൽ എല്ലാവരും നരകത്തിക്ക് പോവാറുണ്ട്. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ സ്വർഗ ചൊല്ലുന്നത് ഞങ്ങളെ മനസ്സുകൊണ്ട് വിചാരിച്ചെങ്കിൽ കിട്ടുക ഒന്നല്ല, ഞങ്ങൾ പ്രയത്നിക്കണം, ഞങ്ങളെ അമല് കൊണ്ടിട്ടു കിട്ടുന്നതായിട്ടിക്കറ്. അപ്പൊ ഊടെ ഞങ്ങൾ മനസ്സിലാക്കണു ഞങ്ങളെ ഈ അമല് കൊണ്ടിട്ടു ഞങ്ങളെ അമല് ചൊന്നെങ്കിൽ എന്തിനാ ഞങ്ങൾ ആക്കുന്നതായ അമൽ ഞങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. ഒരു 5 വക്ത് നിസ്കാര അത് ജമാഅത്ത് കിട്ടിയെങ്കിൽ ജമാഅത്തായിട്ട്, ചില സന്ദർഭത്തിൽ അതിരെ ജമാഅത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ നിസ്കാര ജമാഅത്തായി നിസ്കരിക്കരെങ്കും അതിരെ എത്ര കൂലി ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഒന്ന് വിചാരിച്ചു നോക്കാം. ആ നിസ്കാരത്തെ പരിപൂർണമായ കൂലി ഞങ്ങൾ 5 വക്ത് ഫർള് നിസ്കാരത്തിന് കിട്ടുക. ഇനി ആ ഫർള് നിസ്കാരത്തെ മുന്നലും പിറവുമുള്ള ഏതെങ്കിലും ചില സുന്നത്ത് നിസ്കാര അത് ഞങ്ങളെ സൗകര്യം അനുസരിച്ചിട്ട് എല്ലാം ഞങ്ങൾ നിസ്കരിക്കില്ല. ഖുർആൻ ഞങ്ങൾ എത്ര ഓതര ഓർന്നാൽ അപ്പൊ ഞങ്ങളെ അമല് കൊണ്ടിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കുക സാധ്യമുണ്ട. അവിടെ ടീക്കർ ഞങ്ങൾ മുന്നോൽ കഴിഞ്ഞുപോയ ആൾമാരെ ചരിത്രം ഞങ്ങൾ നോക്കണായത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുരെ ജീവനത്തിൽ ഞങ്ങൾ കാണുക സാധ്യം. ഒരനാള് അയാള് അഷ്തർ ചൊല്ലിക്കത്തെ ഒരു താബിഈ പണ്ഡിത അയാൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുരെ റൂമുക അയാൾ പോണ്ട് അല്ലെങ്കിൽ ഔത്തുക്ക് പോണ്ട്. പോകുമ്പോഴത്തേക്ക് അയാൾ വഹുവ ഖായിമു യുസല്ലി ജാവു നിസ്കരിച്ചോണ്ട് നിന്നിങ്ങനെ നിസ്കരിച്ചോണ്ട്. അപ്പൊ അയാള് കേക്കറ് യാ അമീർ അൽ മുഅ്മിനീൻ സൗമും ബിന്നഹാരി വസഹറും ബില്ലൈൽ വതഅബുൻ ഫീമാ ബൈന ദാലിക്. സൗമും ബിന്നഹാർ നിങ്ങൾ അതായത് ഇയാൾ കേക്കറ ക്വസ്റ്റ്യൻ ഇത്രയുള്ള അമലാക്കൊണ്ടുണ്ടാണ്ട് അഥവാ സൗമും ബിന്നഹാർ നിങ്ങൾ ഡേ ടൈമിൽ ഫുള്ള് നിങ്ങൾ നോമ്പെടുക്കാറ്, സഹറും ബില്ലൈൽ ജാവു നിങ്ങൾ വർക്കില്ലാണ്ട് നിസ്കരിക്കാറ്, വതഅബുൻ ഫീമാ ബൈന ദാലിക് അതിരടല് വേറെ ടൈം ഇല്ല, ഡേ ടൈം ഫുള്ള് നോമ്പും പിന്നെ ജാവു നിസ്കാരവും പിന്നെ അതിരടല് എവിടുണ്ടു ടൈം. ഇനി അതിരടല് എവിടെയെങ്കിൽ ടൈം ഇന്നെങ്കിൽ താബ് ചൊന്നെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടാറുണ്ട് അഥവാ നിങ്ങൾ യുദ്ധാക്കുക പോണ്ടാർ, അള്ളാഹുരെ ദീനുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിഹാദാക്കുക പോണ്ടാർ അല്ലെ. ഞങ്ങൾ ഇത് ഒന്നും ടാലിയാക്കി നോക്കും ഞങ്ങളെ ജീവനവും ഇതും. ഞങ്ങളെ ജീവൻ എങ്ങനെ ഞങ്ങളെ ദുനിയവിയായ എല്ലാ ബിസിയും കഴിഞ്ഞിട്ട് പിന്നെ ടൈം ഇന്നെങ്കിൽ അള്ളാഹുരെ ദീനുക്ക് വേണ്ടിയിട്ട് ഒരു ടൈം, പിന്നെ ടൈം ഇന്നെങ്കിൽ ജാവത്തെ നിസ്കാര നോമ്പ് അങ്ങനെ എന്തെല്ലാം ഉണ്ടാ അത് ഞങ്ങളെ ദുനിയവിയായ എല്ലാ ആവശ്യവും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അലി റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ചൊല്ലുന്ന ഡേ ടൈം ഫുള്ള് നോമ്പ് ജാവു നിസ്കാര അതിരടല് ടൈം ഇന്നെങ്കിൽ അള്ളാഹുര ദീനുക്ക് വേണ്ടിയിട്ട് യുദ്ധാക്കു പോണ്ടാർ. അപ്പൊ ഇയാൾ കേൾക്കുന്നത് ഇത്രല്ല ഞങ്ങൾ അമലാക്കേണ്ട ആവശ്യകത ഉണ്ടാ. ഒരു അമീറുൽ മുഅ്മിനീനായിട്ടിക്കറാറ് സ്വർഗ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത തന്നറ്, അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോലെ നിങ്ങൾ മങ്ങിലായിറാറ്, ഇതെല്ലാം ഇങ്ങനെയുള്ള ചമ്മ ശ്രേഷ്ഠത്തെ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഇത്രല്ല നിങ്ങൾ അമലാക്കണാണ്ട്. അയാൾ ചൊന്ന ഉത്തര അയാൾ നിസ്കാര കല്യാൽ പിന്നെ ചൊന്തു സഫറുൽ ആഖിറത്തി തവീൽ, ആഖിറത്തുകുള്ള സഫർ ആ യാത്ര ചൊല്ലത് അത് ഭയങ്കര ലോങ് യാത്ര ആയിട്ടിക്കർ. ഞങ്ങൾ വിചാരിக்கிற പോലെ അല്ല, അത് ഭയങ്കര ലോങ് ആയിട്ടിക്കർ. യഹ്താജു ഇലാ ഖത്ഇഹി ബിസൈരിൽ ലൈൽ, ആ യാത്രരെ ഞങ്ങൾ തീർക്കൊണ്ടുണ്ടായെങ്കിൽ അത് ചമ്മ ലോങ് ഉണ്ട്. അപ്പൊ ആ യാത്ര തീർക്കൊണ്ടുണ്ടായെങ്കിൽ എന്താക്കണു ഞങ്ങൾ ജാവും എന്താക്കണു സഫറാക്കണ അവരുണ്ട് അല്ലെ. ഞങ്ങൾ ചമ്മ ലോങ് പോണെങ്കിൽ ജാവും പോലും ഇല്ലാണ്ട് ഞങ്ങൾ എന്താക്കറ സഫറാക്കറ. അതേപോലെ അലി റളിയല്ലാഹു അൻഹു ചൊല്ല ആഖിറത്തുകുള്ള സഫർ അതുപോലെ ലോങ് സഫർ ആയിട്ടിക്കറ്, അതുകൊണ്ട് അതുക്ക് ജാവും ഞങ്ങൾ എന്താക്കണായിട്ടിക്കറ് സഫറാക്കണായിട്ടിക്കറ്. അപ്പൊ ഇവിടെ തിങ്കാക്കി നോക്ക അങ്ങ സ്വർഗത്തുക്ക് വേണ്ടിയിട്ട് എടുത്ത പണി അതിൽ എത്ര അംശം ഞങ്ങൾ എടുത്തറ. അതേപോലെ നോക്കൊരു തീർന്നിട്ടില്ല. ഇതേപോലെ ഞങ്ങൾ ചരിത്രത്തിൽ നോക്കുന്നുണ്ടായെങ്കിൽ ഹബീബ് ഇബ്നു മുഹമ്മദ് അൽ ഫാരിസി ചൊല്ലെങ്കത്തെ ഒരു സാലിഹായ മനുഷ്യ ചരിത്രത്തിൽ അയാളുടെ പെഞ്ഞായി അയാളുടെ ജാവ് വരങ്ങിട്ടിക്കറ അയാളുടെ വന്തരത് ഞങ്ങൾക്ക് ചരിത്രത്തിൽ ഞങ്ങൾക്കാണ് അയാളുടെ വിളിച്ചോയുന്നത് കുമ്യ ഹബീബ്. ഹബീബ് അയാളുടെ പേരേട്ടിക്കറ. ഹബീബ് നിങ്ങൾ എണിക്കൊറു ഫൈന ത്വരീഖ ബഈദ്, ഞങ്ങൾക്ക് ആഖിറത്തുകുല്ലെങ്കത്തെ ത്വരീഖ് ഞങ്ങളെ തെറു അത് ബാരി ലോങ് ഉള്ളതായിട്ടിക്കറ്. വസാദുന ഖലീൽ, ആയെങ്കില ഞങ്ങളൊട്ടിಗೆ ആ യാത്രക്ക് യൂസ് ആക്കുല്ലെങ്കത്തെ എന്തെಲ್ಲ ಬಸ್ತುಂಡ അഥവാ ഞങ്ങളെ അമൽ എന്തിരേട്ടിക്കറ് അത് കൊറോടിയായിട്ടിക്കറ്. വഖവാഫിലു സ്വാലിഹീന ഖദ് സാറത് ബൈന ഐദീന, ദാ സ്വാലിഹീങ്ങളായ ആൽമാർ ഒരു സഫർ പോയ ഉള്ളി പോലെ അങ്ങ് അതിരെ പിന്നെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആക്കി തന്നെ ഒരു സഫറിനെ പോലെ ഞങ്ങൾക്ക് വിവരിക്കറ്. എന്ದ್ರೆ സ്വാലിഹീങ് എന്താക്കിറാറ് ഞങ്ങളാണ്ടി മുന്നോൽ ഇതാ കടന്നുപോയ ഉള്ളാർ വനഹ്നു ഖദ് ബഖീന, ഞങ്ങൾ ഇപ്പം പെറവുത്തുലേ ഉള്ളാണ്ട്. അപ്പൊ ഇത് ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയെങ്കത്തെ ആൾമാർ അങ്ങെല്ലാം പ്രയത്നിച്ചിട്ടും ഇബാദത്ത് എടുത്തിട്ടും അങ്ങ് വിചാരിച്ചത് എന്തിരെ
ഞങ്ങൾക്ക് സ്വർഗത്തിക്ക് എത്തുക ഇനിയും ഞങ്ങൾ പണിയെടുക്കണുണ്ട്. അപ്പം ഞങ്ങൾ എവിടെ ഉള്ള അങ്ങനെ ഒരു ജീവനവും ഞങ്ങളെ ജീവനവും വെച്ച് നോക്കുരട്ടെ ഞങ്ങൾ ചെമ്മ ബാക്കുള്ള. ഇനി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിൻ്റെ വിഷയമായിട്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് മുന്നിൽ കലിഞ്ഞു പോയ ഉമ്മത്ത് ഞങ്ങൾ എടുത്തിട്ടായെങ്ക ഇത് രാൻറ്റിയാർ ഇബാദത്തുക്ക് വേണ്ടിയിട്ട് പണിയെടുത്താൽമാരായിട്ട് ഇന്നിറങ്ങ അല്ലെ. അതുപോലത്തെ മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് ജീവിച്ച ഒരാളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഒരു മജ്ലിസിൽ ചൊന്നപ്പോയിട്ടിക്കർ സ്വഹാബിരങ്ങ ചൊന്നത്, അള്ളാഹുടെ റസൂലെ അങ്ങനെ അമലും വെച്ചു നോക്കിയെങ്കിൽ 1000 വർഷം 900 വർഷം അള്ളാഹുരെ ദീനുക്ക് വേണ്ടിയിട്ട് ഹിദ്മത്താക്കിയ ജിഹാദാക്കിയ ഒരാളുടെ ചരിത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊത്തു കൊടുത്തു. അപ്പൊ സ്വഹാബിരങ്ങ കേൾക്കറ, അള്ളാഹുടെ റസൂലെ അങ്ങനെ ഇബാദത്തും അങ്ങനെ അമലും രണ്ട് വെച്ചു നോക്കിയെങ്കിൽ എങ്ങനെ ഞങ്ങൾ അങ്ങനെ മുട്ട എത്തുരേ? കാരണം ഞങ്ങളെ ഉമ്മത്ത് 60 വർഷം 70 വർഷം ഐട്ടിക്കർ ഞങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന ആയുസ്, ഈ ആയുസിൽ അങ്ങനെ മുട്ട ഞങ്ങൾക്ക് എത്തുക സാധ്യമുണ്ടാ ചൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമട്ടെ കേൾക്കരുത് അപ്പ ഇട്ടിക്കർ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാക്കിയ ഈ ഉമ്മത്തിക്ക് ഒരു വലിയ ഫളൽ, അള്ളാഹുരെ വലിയ ഒരു ശ്രേഷ്ഠത്തരെ അള്ളാഹു ഈ ഉമ്മത്തിക്ക് തന്ന. ആ ഉമ്മത്തരാണ്ടി 10 ഒരു ഓതി മാത്രം ഞങ്ങൾക്ക് ആയുസിന്നേട്ടായെങ്കും അങ്ങനെ ഇബാദത്തിക്ക് എത്തിപ്പെടകുള്ളെങ്കത്തെ ചമ്മ ഓപ്ഷൻസരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നറ. അതിലൊന്നു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ച നിസ്കാര ചൊല്ലത് 5 വക്ത് നിസ്കാരത്തിക്ക് 50 വക്ത് നിസ്കാരത്തെ കൂലി ഞങ്ങൾക്കുണ്ടു ചൊന്നത് ഞങ്ങൾ ഹദീത്തിൽ ഞങ്ങൾ പഠിച്ച. അതുപോലെ ഒന്നായിട്ടിക്കർ ഷഹ്റു റമദാൻ തിങ്കൾ ചൊല്ലത് അല്ലെ. റമദാൻ തിങ്കൾ ഞങ്ങൾ ഇപ്പൊ ഷഅബാൻ തിങ്കളിലുള്ള ഈ ഷഅബാൻ തിങ്കളുടെ ഇനി റമദാൻ തിങ്ങൾക്ക് ഒരു 13 നാൾ അല്ലെങ്കിൽ ഒരു 12 നാൾ അല്ലെങ്കിൽ 13 നാൾ മാത്രമായിട്ടിക്കർ ഞങ്ങളെ മുന്നിലുള്ളത്. ആ റമദാൻ തിങ്കൾ വരുമ്പോൾ സഹോദരന്മാരെ, ആ റമദാൻ തിങ്ങളുടെ സ്വീകരിക്കൂ ഞങ്ങൾ റെഡി ആയിട്ടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നതായ വലിയ ഒരു ഓഫർ ആയിട്ടിക്കർ ഈ റമദാൻ തിങ്കൾ ചൊല്ലത്. ഒരു വർഷം ഞങ്ങൾ ആക്കിയ എല്ലാ തപ്പറയും മാഫാക്കും, അല്ലെങ്കിൽ ഞങ്ങളെ ഇബാദത്തിലും ഞങ്ങളെ നിസ്കാരത്തിലും ഞങ്ങളെ നോമ്പിലും എല്ലാം ബന്നുപോയ കൊറത്തരെ ഇല്ലാണ്ടാക്കും. അള്ളാഹുരെ മുട്ട ಯಾರ മുട്ട ആവൂ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെങ്കത്ത ഒരു അനുഗ്രഹമായിട്ടിക്കർ. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ തിങ്കൾ ബന്നെങ്കിൽ സ്വഹാബിരങ്ങളിട്ട ചൊന്നോ ഇന്ന പലക്ക ഹാദാ ഷഹ്റു റമദാനു ജാഅക്കും, ഇതാ നിങ്ങളെ മുന്നോളു ഷഹ്റു റമദാൻ ഇതാ ബന്നെത്തിർ. എന്തിനതിരെ പ്രത്യേകത? തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗത്തെ ബായിൽ അല്ലാഹു തുറന്നു വെക്കറ. വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, നരകത്തെ ബായിൽ അല്ലാഹു ക്ലോസ് ആക്കറ. വതുസൽസലു ഫീഹി ശയാത്തീൻ, ശൈത്താനരെ നേതാക്കന്മാരെ അല്ലാഹു കെട്ടിയിടതായ തിങ്കൾ ഇതാ നിങ്ങളെ മുന്നോളു ബന്നെത്തിർ. എന്തിനാ സഹോദരന്മാരെ അതിന്റെ അർത്ഥ പിന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെളിയാറെ വിശദീകരിക്കർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എക്സ്പ്ലെയിൻ ആക്കർ. അയാൾ ചൊല്ലു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നതായിട്ട് അയാൾ ചൊല്ലു, അതാ റമദാന്റെ ഒന്നാമത്തെ ജാവ് ആയിട്ടായെങ്കിൽ സുഫിദത്തി ശയാത്തീനു വമറദത്തിൽ ജിന്ന്, ശൈത്താന്റെ അല്ലാഹു കെട്ടിയിട്ട, അഥവാ ജിന്നരെ ശൈത്താന്റെ നേതാക്കന്മാർ അല്ലാഹു എന്താക്കറ കെട്ടിയിട്ട. എന്നിട്ട് അതിന്റെ അർത്ഥ പണ്ഡിതന്മാർ ചൊല്ലാറ്, മുഅ്മിനീങ്ങളായ ആൾമാർക്ക് തപ്പു ആക്കുകുല്ലെങ്കത്തെ സാധ്യതരെ അതിരെ ಚಾನ್ಸಸ್ ബാക്കി തിങ്കളരാണ്ടി കൊറോടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കറ. അഥവാ ശൈത്താനിക്കരേ ഇല്ല ಅಂತಲ್ಲ ಅದರ ಅರ್ಥ. ಶೈತಾನಿಕರ್ അല്ലെങ്കിൽ ഇബ്ലീസിരെ ഷർറിക്കർ അയങ്ങള ബാക്കി തിങ്കള് മുസ്ലിമീങ്ങളെ ഉപദ്രാക്കുന്നത് പോലെ, മുസ്ലിമീങ്ങളെ ഷർറുക കൊണ്ടുപോകേണ്ടത് പോലെ റമദാൻ തിങ്കളിൽ ഷൈത്താനുകാക്കുക സാധ്യതയില്ല. അപ്പൊ നമുക്ക് ചേഞ്ച് ആവുകയിലേക്ക് വലിയൊരു അവസരമല്ലേ, വലിയ ഒരു ചാൻസ് അല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത്. തിന്ത വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബ്, സ്വർഗത്തെ നരകത്തെ ബായിലെല്ലാം ക്ലോസ് ആക്കറ അള്ളാഹു, ಅದರ ഒരു ബായിൽ പോലും ഓപ്പണിക്കില്ല. ಅದರ ಅರ್ಥ ಅಂದ್ರೆ ನರಗತ್ತಿಗೂ ಪ್ರವೇಶಿಕೊಳ್ಳಕ್ಕೆ ಕಾರಣ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಕೊರೋಡಿ ಆಕ್ರ. ಅದಕ್ಕೆ ಚಮ್ಮ ವ್ಯಾಖ್ಯಾನ ಉಂಟು, ಅದ್ರಲ್ಲಿ ಒಂದು ಇದಾಯ್ತಿಕ್ಕರ್. ನರಗತ್ತಿಗೆ ಪ್ರವೇಶಿಕ್ಕೂ ಸಾಧ್ಯ ಅವರೆಂಕೆ തലയ്ക്ക് നരകത്തിക്ക് പ്രവേശിക്കുക കാരണം അവരെങ്കത്തെ അമലിൽ നിന്നിട്ട് പ്രവർത്തനത്തിൽ നിന്നിട്ട് അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തണ്ട. ഇത് ചെറിയ വിഷയമല്ലത്. പിന്നമ വഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വലം യുഗ്ലഖ് മിൻഹാ ബാബ്, സ്വർഗത്തെ ബായിൽ അള്ളാഹു തുറക്ര. സ്വർഗത്തിക്ക് പ്രവേശിക്കുള്ളെങ്കത്തെ അമലുകുള്ളെങ്കത്തെ സാധ്യത അള്ളാഹു നിങ്ങൾക്ക് യാറാക്കി തണ്ട. ബാക്കി തിങ്കൾ നിസ്കരിച്ച പോലല്ല. ബാക്കി തിങ്കൾ നിസ്കരിച്ചെങ്കിൽ കൂലി എന്തിനാ ഇട്ടിക്കറ്? ഞങ്ങൾ വിചാരിക്കാത്ത കൂലി ഇട്ടിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തണ്ടേ.
അയങ്ക റമദാന് ಬಂದೆಂಗ ಅದರ കൂലി ഞങ്ങൾ വിചാരിക്കാത്ത ഞങ്ങൾക്ക് ചിന്തിക്കുക പോലും ആവാത്ത രൂപത്തിലെത്തിക്കും. അതിൽ പ്രത്യേകമായിട്ട് നോമ്പ് നോക്കൂ. നിങ്ങൾ നോമ്പിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദുസിയായ ഹദീസിൽ ചൊല്ലുന്നത്, എല്ലാ അമലും ಅದಕ್ಕೆ ನಾನು ನನ್ನ ಅಡಿಮಮಾರ್ಗ ನಾನು ഒരു അമൽ അത് കൂലി നിശ്ചയിച്ചു കൊടുത്തരാ. എന്തൊരു കൂലി? ഏതൊരു അമൽ ഒരു മുസ്ലിം ആക്കിയിട്ടായെങ്കും അവനക്ക് 10 കൂലി ഗ്യാരണ്ടി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിಗೆ ആക്കിയതായ ആ ഒരു ഫضൽ, അള്ളാഹുടെ ആ റഹ്മത്ത് ഞങ്ങളുടെ ചിന്തിക്കണം. ഒരു മനുഷ്യ ഒരു നല്ല അമലാക്കുക വിചാരിച്ചെങ്കിൽ എന്തുണ്ടു? അവനക്കൊരു കൂലിയുണ്ട്. അവൻ ആക്കിയിട്ടില്ല, അവൻ വിചാരിച്ചാൽ മാത്രം അവനക്ക് കൂലിയുണ്ട്. അവനതാക്കിയെങ്കിൽ അവനക്ക് 10 കൂലി ഗ്യാരണ്ടി അള്ളാഹു കൊടുക്കുക. ഒരാൾ ഒരു ദിക്ർ ചൊന്ന ഒരു സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹുടെ കൂലി അല്ല അവനക്ക് കിട്ടേ. 10 സുബ്ഹാനല്ലാഹ് ചൊന്ന കൂലി അവനക്ക് കിട്ടും. ഇലാ 700 അദ്ആഫ് അല്ലെങ്കിൽ ഇലാ 70 അദ്ആഫ്, അത് 70 ഇരട്ടിയാക്കിയിട്ട് അള്ളാഹു കൊടുക്കുക. അവന്റെ ഇഖ്ലാസ്, അവന്റെ ഖുശൂ എല്ലാം നോക്കിയിട്ട് അത് 10 പിടിച്ചിട്ട് 70 അതിന്റെ കൂലി യാറക്കൊരുടി ആയോണ്ടേക്ക്. ഇത് ബാക്കി ഇബാദത്തിന്റെ വിഷയത്തിലേക്ക്. അയങ്ക റമദാൻ തിങ്കൾ വരുമ്പോ നോമ്പിന്റെ വിഷയത്തിൽ അള്ളാഹു ചൊന്നെന്തേ, വൈന്ന സൗമലി വഅന അജ്സി ബിഹി. നോമ്പിന്റെ പ്രത്യേകത എന്തേ? നോമ്പ് നക്കുള്ളതായിട്ടിക്കറ് അതിരെ കൂലി വഅന അജ്സി ബിഹി, നാണായിട്ടിക്കറ് നോമ്പിന്റെ കൂലി കൊടുക്കറേ. അപ്പൊ ഇതിരാൻಟಿ ಯಾರೈട്ടിക്കറ്? ഈ 70 ಯಾರ എത്ര? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നിട്ടില്ല. അത്രയും കൂലി ഞങ്ങൾ വിചാരിക്കരുതിരാൻಟಿ ಯಾರ കൂലി. അതായിട്ടിക്കറി ഹദീസിൽ ചൊന്നത്, വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തെ ബായിൽ അള്ളാഹു എന്താക്കറ ഞങ്ങൾക്ക് തുറന്നു തണ്ട. ഖൈറുകുല്ലെങ്കത്തെ തെറു അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തണ്ട. അല്ലെ, ഓരോ ഇബാദത്തും നിങ്ങൾ റമദാനിൽ എടുത്ത് നോക്കൂ. ഇതൊക്കെ ഞങ്ങൾക്ക് ആ ഇബാദത്ത് ആക്കുല്ലെങ്കത്തെ ചാൻസസ് ಯಾರೈട്ടിക്കറ് നോക്കൂ. വയുനാദാ മുനാദിൻ കുല്ല ലൈല, എല്ലാ നാളിലും ജാവുകു ഒരാൾ വിളിച്ചു ചൊന്നോയിക്കറ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. യാ ബാഗിയൽ ഖൈർ, ഖൈർ ഉദ്ദേശിக்கிறവനെ നീ മുന്നൊൽബ. അഥവാ മലക്കരങ്ങ വിളിച്ചോയിക്കറാർ, ഖൈർ ആഗ്രഹിக்கிறവണ് മുന്നൊൽബ. ಅದರ ಅರ್ಥ ಪಂಡಿತಮಾರು ವಿಶದೀಕರಿಚಾರು, ಖೈರ್ ಹಾಕೋಣುಂಟು ಮನಸ್ಸಿൽ ನೀಯತ್ತು ಬೈಕರೆಂക്ക് മലക്കരങ്ങ ദ്വാര നോയിക്കറാറ് ആ ഖൈറുക ഉണ്ടെത്തു പാട്ടവും. അല്ലെ, അപ്പൊ റമദാൻ ഞങ്ങളെ മുട്ട ബന്ധമുണ്ടു കൊറിയ നാളുള്ളി ഞങ്ങളെ മനസ്സിൽ കൊറിയ പ്ലാനല്ല വേണു. ഞങ്ങൾ കൊറിയ വിഷയം ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ തീരുമാനമാക്കണം. അതുകൊണ്ടായിട്ടിക്കറ് ഇത്ര ಬೇಗ ഈ ഒരു വിഷയത്തെ നിങ്ങളെ മുന്നോട്ട് ചൊല്ലുക. കാരണം ഞങ്ങളെ മനസ്സിൽ ഒരു നീയത്ത് വേണം. റമദാൻ ബന്ധെങ്കിൽ വെറും നോമ്പ് മാത്രമല്ല, ഖുർആൻ ഓതുന്നതും ജാവു നിസ്കരിക്കുന്നതും അതേപോലെ തപ്പിൽ നിന്നിട്ട് ദൂരെ നിൽക്കുന്നതും വേറെ ചമ്മ ഹൈറാത്ത് ഞങ്ങളെ ജീവനത്തുക കൊമ്പറകുല്ലെങ്കത്തെ ഒരു പ്ലാൻ ഞങ്ങളെ മനസ്സിൽ വേണു. അങ്ങനെ ഞങ്ങളെ മനസ്സിൽ പ്ലാൻ ഇന്നുണ്ടായെങ്കിൽ മലക്കരങ്ങ ദ്വാർക്കറാർ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഖൈർ ആഗ്രഹിக்கிறവനെ നീ മുന്നൊലുബ ചൊന്തു മലക്കരങ്ങ ദ്വാർക്കറാർ. ഇനി അതല്ല, റമദാൻ വന്നെങ്കും ഏത് തിങ്കൾ വന്നെങ്കും എവിടെ എത്തിയെങ്കും ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും അവണ് ഒരേപോലെ ഉണ്ടായെങ്കിൽ, അല്ലെ, ഈ ഷഅബാൻ തിങ്കൾ കഴിഞ്ഞിട്ട് റമദാനിക്ക് പ്രവേശിക്കുന്നതും പിന്നെ ഷവ്വാലിക്ക് പ്രവേശിക്കുമ്പോൾ ഷഅബാനിൽ എങ്ങനെ നിന്നാണ് അതേപോലെ അവന് ഷവ്വാലിലുമുള്ള. അവന്റെ മനസ്സിൽ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. റമദാൻ വന്നതും കൊത്തില്ല, പോയതും കൊത്തില്ല. ജാവുര മഗ്രിബ് തോലൊരു നോമ്പ് പിടിച്ചത് അത് മാത്രം അവനക്ക് കൊത്തില്ലേ. ഇങ്ങനെ ഉണ്ടായെങ്കിൽ യാ ബാഗിയ ശർരി അദ്ബിർ, മലക്കരങ്ങ ദ്വാർക്കറാർ. ഷർറുദ്ദേശിக்கிறവനെ, ഷർറുദ്ദേശിக்கிறവನು ചൊന്നതിന്റെ അർത്ഥ ഖൈറുദ്ദേശിക്കാത്തവനെ അദ്ബിർ, നീ പെറവ് പോ. മലക്കരങ്ങൾ ദുആ, അവിടെയും മലക്കരങ്ങൾ ദുആ. അപ്പൊ മലക്കരങ്ങ ദ്വാർക്കറാറ് ഞങ്ങൾക്ക് ഖൈറുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് റമദാൻ തിങ്കൾ അള്ളാഹു ഞങ്ങൾക്ക് തൻ്റെ ഒരു ഗോൾഡൻ ചാൻസ് ഇട്ടിക്കുന്ന സഹോദരന്മാർ. അല്ലെ, കഴിഞ്ഞ വർഷം ഞങ്ങളെ ജീവനത്തിൽ എത്ര റമദാൻ കഴിഞ്ഞു പോയിട്ട്. ഈ കഴിഞ്ഞ റമദാനിലുള്ള ഞങ്ങളെ ജീവനത്തിൽ ഒരു ബന്ന ഒരു ചേഞ്ചസിന്റെ വിഷയത്തിൽ ഞങ്ങൊന്ന് ചിന്തിച്ചു നോക്കാം. അല്ലെ, കഴിഞ്ഞ റമദാൻ, ആ റമദാനിൽ ഇതാ ഞാൻ ഇങ്ങനെ ഒരു നല്ല ഒരു സ്വഭാവം അല്ലെങ്കിൽ നല്ല ഒരു അമൽ ഞാൻ തുടങ്ങി വെച്ചിര, അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആക്കിയോ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അമൽ ഞങ്ങളെ ജീവനത്തിൽ ഉണ്ടാ? അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനുക്ക് മുന്നോളൂ ഞാൻ ഇങ്ങനെ ഒരു തപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ആക്കിയോ? ഇന്ന് റമദാൻ വന്നപ്പോൾ ഞാനത് സ്റ്റോപ്പ് ആക്കിയ, റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ആക്കിയിട്ടില്ല. അങ്ങനെ ചൊല്ലുക ഞങ്ങൾക്ക് സാധ്യത കഴിഞ്ഞ ഞങ്ങളുടെ ജീവനത്തിൽ ഏതെങ്കിലും റമദാനിൽ സാധ്യ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജാഗ്രത ആക്കണം. അത് സാധ്യ ആവണു ചൊല്ലതായിട്ടിക്കറ് ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നോക്കൊരു സഹോദരന്മാർ, ഈ ഹദീസ് ഇവിടെ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് ചൊല്ലത്, വലില്ലാഹി ഉതഖാഉ മിനന്നാർ. വലില്ലാഹ്, അല്ലാഹു ഈ റമദാനിൽ ഉതഖാഉ മിനന്നാർ, അല്ലാഹു ചില ആൾമാരെ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുക. അല്ലാഹു നരകത്തിൽ നിന്നിട്ട് ചില ആൾമാരെ ഫ്രീ ആക്കറ ഈ റമദാനിൽ. വദാലിക കുല്ല ലൈല, റമദാനിലെ ഓരോ നാളും ജാവുകു അല്ലാഹു ചില ആൾമാരെ നരകത്തിൽ നിന്നിട്ട് ഫ്രീ ആക്കറ.
ഇത് റമദാനിൽ തന്നെ വലിയ ഒരു ഓഫറായിട്ടിക്കറ്. അപ്പൊ സഹോദരന്മാർ, അതുക്ക് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കണം. ഞങ്ങളെ കൽബും ഞങ്ങളെ മനസ്സും അതേപോലെ ഞങ്ങളെ ശരീരവും ആ റമദാനെ സ്വീകരിക്കൂ. ഞങ്ങൾ റെഡി ആയിട്ടിക്കും. നോക്കൊരു സഹോദരന്മാരെ, ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയ ആൾമാരെ ജീവന ഞങ്ങ പിന്നെ ചരിത്രം ഞങ്ങൾ പരിശോധിച്ചു നോക്കിയെങ്കിൽ അങ്ങ റമദാനിಗೆ 10 നാൾ മുന്നോലല്ല, 15 നാൾ മുന്നോലല്ല, 1 തിങ്കളല്ല, 2 തിങ്കളല്ല, 6 തിങ്കൾ മുന്നോലു റമദാനിಗೆ വേണ്ടിയിട്ട് അങ്ങ് റെഡിയായോ ഇന്നാറുണ്ട്. നിങ്ങൾക്ക് കാണുക സാധ്യം. അങ്ങനെ ജീവനത്തിൽ കാണാം, കാനു യദ്ഊന അല്ലാഹ 6 അശ്ഹുരിൻ അൻ യുബല്ലിഗഹും റമദാൻ. റമദാനിಗೆ എത്തുപാട്ടോണു റബ്ബായിട്ട് റമദാനിಗೆ 6 തിങ്കൾ മുന്നോല അങ്ങ് ദ്വാരക്ക് സ്റ്റാർട്ട് ആക്കിയോ ഇന്നാറ്. ಅದಕ್ಕೆ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയോ ഇന്നാറ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചല്ലേ, ഷാബാൻ തിങ്കൾ ಬಂದೆಂಗೆ അങ്ങനെ അങ്ങടിയെಲ್ಲ ക്ലോസ് ആക്കിയിട്ട് ഖുർആൻ ഓതുകു ദെച്ചോ ഇന്ന് താബിഈങ്ങളെ മുന്നോല് കഴിഞ്ഞു പോയ സലഫുമാരെ ജീവന ഞങ്ങൾ പഠിച്ച. അപ്പൊ ഇതെങ്ങനെ, ഇത് 6 തിങ്കൾ മുന്നോലെ റമദാനിಗೆ വേണ്ടിയിട്ട് ദുആർക്ക് അല്ലാഹുവേ നീ റമദാൻ ഞങ്ങൾക്ക് എത്തുപാട്ടിത്താണ്ട് ഞങ്ങൾ ദുആരന്നറമ. അല്ലാഹുവേ ആഫിയത്തോടു കൂടി റമദാന്റെ നോമ്പ് നോക്കൂ, നീ തൗഫീഖ് താണ്ട് ഞങ്ങൾ ദുആരന്നറമ. അല്ലാഹു ഈ റമദാനിൽ ആഫിയത്തോടു കൂടി തറാവീഹ് നിസ്കരിക്കൂ, നീ ഞങ്ങൾക്ക് തൗഫീഖ് താണ്ട് ഞങ്ങൾ ദുആരന്നറമ. അല്ലാഹു ഈ റമദാനിലെങ്കും എൻ്റെ ജീവനത്തിൽ ഒരു ചേഞ്ചസ് കൊമ്പറകു, നീ തൗഫീഖ് താണ്ട് ഞങ്ങൾ ദുആരന്നറമ. സഹോദരന്മാരെ, ഞങ്ങൾ ദുആർക്കും. ഞങ്ങളെ സലഫിറങ്ങ 6 തിങ്കൾ മുന്നോല് ദുആരന്നോ ഇന്നാറുണ്ട്. പിന്നെ അതിൽ കാണുന്നതിരെ റമദാൻ കല്ലെങ്കിൽ പിന്നത്തെ 6 തിങ്കൾ അങ്ങ് ദുആരന്നോ ഇന്നാറ്. എന്തെങ്കിൽ ഈ റമദാനിൽ അങ്ങ് ആക്കിയതായ ഇബാദത്ത് അല്ലാഹുവെ നീ സ്വീകരിക്കണോ ചൊന്തു പിന്നത്തെ 6 തിങ്കൾ അങ്ങ് ദുആരന്നോ ഇന്നാറ് ചൊല്ലുടെ തെറ്റിക്കർ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെങ്കത്തെ ഒരു അവസരം ഇട്ടിക്കർ, ഒരു ചാൻസ് ഇട്ടിക്കർ. ആ ചാൻസിനെ ഞങ്ങൾ യൂസ് ആക്കണം. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ചൊന്നതായ ഒരു ഫലക്ക് നമുക്ക് കാണാം. അയാൾ ചൊല്ലു, അൽ ഇൻസാനു ഇദാ റബ്ബ നഫ്സഹു തൈലത ശഹ്രി റമദാൻ അലാ തർക്കിൽ മുഹറമാത്ത്. ഒരാൾ ഈ റമദാൻ തിങ്കൾ ഫുൾ അയാൾ പരിശ്രമിക്കരുതേ ഏതെങ്കിലും ഒരു ഹറാമ് ഞങ്ങളെ ജീവനത്തിൽ നിന്നിട്ട് ഇല്ലാണ്ടാക്കോ. അല്ലെ, മൂവീസ് കാണ്ട ആൾമാരുള്ളാറ്, കേൾക്കുന്ന ആൾമാരുള്ളാറ്, ಅದರ ഷർറല്ല ഞങ്ങളെ ജീവനത്തിലും ഞങ്ങളെ കുടുംബ ജീവനത്തിലും ഞങ്ങളെ പരലോക ജീവനത്തിലും സഹോദരന്മാരെ അത് ഭയങ്കര ഗംഭീരമായ ഷർറായിട്ടിക്കറ്. യഥാർത്ഥത്തിൽ മ്യൂസിക് കേൾക്കുന്നതുക്കും ഹറാമു കാണ്ടതുക്കും ഉള്ളത്. അത് ചിലപ്പോൾ ഞങ്ങൾ ഇപ്പൊ കാണുമ്പോഴത്തേക്കു അതിരെ ഒരു എൻജോയ്മെന്റിൽ ഞങ്ങൾക്ക് അത് ഫീൽ ആവല. മാത്രമാ ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങളെ ദുനിയാവിലെ ജീവനത്തിലെ അതിരെ ഷർറ് അനുഭവിക്കണ ಅವರು ചൊല്ലതായിട്ടിക്കർ ഖുർആനിലും ഹദീസിൽ നിന്നിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവരെ. ഇബ്നു ഉസൈമീൻ ചൊല്ലു, അങ്ങനെ ഈ റമദാൻ തിങ്കൾ പറയുമ്പോൾ ഒരാൾ പ്ലാൻ ആക്കറെന്തേ ഈ റമദാനിൽ ഒരു ഹറാം, ഈ ഹറാമു എൻ്റെ ജീവനത്തിൽ ഇല്ലാണ്ടാക്കണം. റമദാൻ ഫുൾ അയാൾ പരിശ്രമിച്ചിട്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ ഫസൗഫ തതറബ്ബ നഫ്സഹു അലാ ദാലിക ഫിൽ മുസ്തഖ്ബൽ. അങ്ങനെ റമദാൻ കംപ്ലീറ്റ് ഒരു തപ്പ് ആക്കാണ്ട് അയാൾ ജാഗ്രത ആക്കിയിട്ടുണ്ടായെങ്കിൽ റമദാൻ കല്ലിട്ടും അയാൾക്ക് അതേ രൂപത്തിൽ ജീവിക്കുക സാധ്യമാവും. പരിശ്രമിച്ചു നോക്കൊണ്ടങ്ങ ഞങ്ങൾ ഒന്ന് തീരുമാനം എടുക്കാം. ദാ റമദാൻ തിങ്കൾ, ഈ റമദാനിൽ ഞാൻ ഇത് ആക്കില്ല, ഈ റമദാനിൽ ഞാൻ ഇത് ബുടകു ഉള്ളെങ്കത്തെ പരിശ്രമ ഞാൻ ആക്കുറേൻ. ഹറാമ് കാണ്ടതും കേൾക്കുന്നതും ചൊല്ലതും എല്ലാതിൽ പെട്ടിട്ട് അതാണ് ഈ റമദാനിൽ ശ്രദ്ധിക്കേണ്ട ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാം. അതുക്ക് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കാം. റമദാന് കഴിഞ്ഞിട്ടും അത് മുന്നോൽക്കുമ്പോൾ ഉള്ളെങ്കത്തെ തൗഫീഖ് അല്ലാഹു തണ്ട്. അതെ, അയാൾ ചൊല്ലു, ഫഹുവ മദ്റസത്തുൽ ലിന്നഫ്സ്. ഞങ്ങളെ നഫ്സുകുള്ളെങ്കത്തെ ഒരു മദ്രസ പോലെ ഇട്ടിക്കുന്നത്. എങ്ങനെ? തതമറനു ഫീഹി അലാ തർക്കിൽ മഹ്ബൂബി ബിമഹബ്ബത്തില്ലാഹി അസ്സ വജല്ല. അവനെന്താക്കറ ഈ റമദാനില് അള്ളാഹുരെ ഇഷ്ട കിട്ടുക വേണ്ടിയിട്ട് അവനുക്ക് ഇഷ്ടമില്ലದ್ರೆ ಅವನು ಬಿಟ್ಟು ನಿಕ್ಕಿರ. ಭಾರಿ ഒരു ಚಂದತೆ ಪಲಕ ಇಟ್ಟಿಕ್ಕಿರದು. ಅಲ್ಲಾಹುರೆ ಇಷ್ಟ കിട്ടുകു ಅವನಿಗೆ ഇഷ്ടമില്ലದ್ರೆ ಅವನು ಬಿಟ್ಟು ನಿಕ್ಕಿರ. മൂവീസ് കാണുകയും സീരിയൽ കാണുകയും മ്യൂസിക് കേൾക്കുകയും ഞങ്ങൾക്ക് ഇഷ്ടമില്ലതായിട്ടിക്കറ്. ചിലപ്പ നഫ്സിಗೆ ഇഷ്ടമില്ലതായിട്ടിക്കറ്. ആ നഫ്സിಗೆ ഇഷ്ടമില്ലದ್ರೆ അള്ളാഹുരെ ഇഷ്ടത്തിക്ക് വേണ്ടിയിട്ട് അവನು ಬಿಟ್ಟು നിക്ಕಿರ. അങ്ങനമാ അതായത് ഫൈദാ മർറനൽ ഇൻസാനു നഫ്സഹു ഫീ ഹാദ ശഹ്രി കാമിലൻ അലാ തർക്കിൽ മഹ്ബൂബി ലിനഫ്സിഹി. അള്ളാഹുരെ ഇഷ്ട അവന്റെ നഫ്സിಗೆ ഇഷ്ടമില്ലದ್ರೆ ಬಿಟ್ಟು ನಿಂದ ಎಂದಿಗೆ അള്ളാഹുരെ തൃപ്തി കിട്ടുകയുണ്ടായെങ്കിൽ ഫൈന നഫ്സ സൗഫ തതറബ്ബ വസൗഫ തതഗയ്യർ. ഇബ്നു ഉസൈമീൻ ചൊല്ലുടെ അങ്ങനെ അള്ളാഹുരെ ഇഷ്ടത്തിക്ക് വേണ്ടിയിട്ട് ഈ റമദാൻ തിങ്കളിൽ നീനൊരു തപ്പിൽ നിന്നിട്ട് അള്ളാഹുരെ ഇഷ്ടത്തിക്ക് വേണ്ടിയിട്ടല്ല. ചില ആൾമാർ എന്താക്കാറ്, റമദാന് വന്നെങ്കിൽ ഔത്തു TV ചാനലിന്റെ കണക്ഷൻ എല്ലാം കട്ടാക്കി വയ്ക്കാറ്. എന്തെങ്കിൽ അത് ಬೇರೆ ಅಪರತೋತೆಂಗೆ ಅಂದ್ರೆ ಚೊಲ್ಲೋ ರಮಲಾನಾയിട്ട് ನೀ TV ಬೇಕಿರಮ್ಮ, ಅಲ್ಲ ರಮಲಾನಾയിട്ട് ನೀ ಮೂವಿ ಕಾಂಡಮ್ಮ, ರಮಲಾನಾയിട്ട് ಔತು ಸೀರಿಯಲ್. ಅಪ್ಪ ರಮಲಾನ್ ತಿಂಗಳು ಬಂದಿಂಗೆಲ್ಲ ക്ലോസ് ആക്കി വയ്ക്കാറ്. റമദാൻ കഴിഞ്ഞിട്ട് ഷവ്വാൽ ഒന്ന് പെരുന്നാൾക്ക് പള്ളിക്ക് പോയി വന്നെങ്കിൽ
അപ്പോപ്പണ്ണ അങ്ങനല്ല. അള്ളാഹുരെ ഇഷ്ട കിട്ടുക വേണ്ടിയിട്ട്, അള്ളാഹുരെ തൃപ്തി കിട്ടുക വേണ്ടിയിട്ട് റമദാനിൽ ഒരാൾ ഇതെല്ലാം ബുട്ടു നിണ്ടെത്ത് അങ്ങനെ ഉണ്ടായെങ്കിൽ അതിൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ബുട്ടത് കൊണ്ടിട്ടു റമദാനിൽ പിന്നെയും അവനുക്ക് അതാക്കുക. വസൗഫ യകൂനു റമദാനു ബിമൻസിലത്തിൻ നാരി ലിസഹ്റിൽ ഹദീദി വദ്ദഹബി വൽ ഫിദ്ദ. ഒരു കത്തി ഉണ്ടാക്കുന്ന ആൾ, അതേപോലെ ബംഗാർ ഉണ്ടാക്കുന്ന ആൾ അങ്ങനെ എന്താക്കാറ്, തീക് വെച്ചിട്ട് അതിന് ഇന്ന് വേണ്ടാത്തതിരെ കത്തി ഉണ്ടാക്കും, അതിന് വേണ്ടാത്ത ഡസ്റ്റ് എല്ലാം റിമൂവ് ആക്കരുത്, തീക് വെച്ചിട്ടായിട്ടിക്കറ്. അപ്പൊ ഇബ്നു ഉസൈമീൻ ചൊല്ലെ ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം റമദാൻ ചൊല്ലത് ഒരു തീ പോലെ ആയിട്ടിക്കറുണ്ട്. അവന്റെ നഫ്സിലുള്ള വേണ്ടാത്ത ചിന്തനയും വേണ്ടാത്ത സ്വഭാവവും വേണ്ടാത്ത എന്തെല്ലാം അവന്റെ നഫ്സിൽ തോട്ട്സ് ഉണ്ടാ അതിനെ റിമൂവ് ആക്കുകയില്ലെങ്കിൽ ഒരു തീ ആയിട്ടിക്കറ് റമദാൻ തിങ്കള്. അതെ, ആ റമദാൻ കലിയുമ്പോ ഹത്താ യഖ്റുജ ഖാലിസൻ നഖിയ, ആ റമദാൻ കലിയുമ്പോ ഒരു ശുദ്ധ മനുഷ്യനായിട്ട് എല്ലാ ഹറാമിൽ നിന്നിട്ടും വിട്ടു നിന്നിട്ട് അവനുക്ക് ആ റമദാനിൽ നിന്നിട്ട് പുറത്തു പോകണു സാധിക്കരുത്. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ വിചാരിച്ചങ്ങ് നടക്കറ്, ഞങ്ങൾ വിചാരിക്കുന്നതായിട്ടിക്കറി എങ്ങനെ മൂവിയെല്ലാം കാണാണ്ട് ജീവിക്കുന്ന ഒക്ക അല്ലേ, മൂവിയെല്ലാം കാണാണ്ട് മ്യൂസിക്കെല്ലാം കേൾക്കാണ്ട് ജീവിക്കുന്ന ഒക്ക, മ്യൂസിക്കെല്ലാം കേൾക്കാണ്ട് എങ്ങനെ ജീവിക്കറേ, മൂവിയെല്ലാം കാണാണ്ട് എങ്ങനെ ജീവിക്കറ, ഞങ്ങൾ വിചാരിക്കുന്നതായിട്ടിക്കറ്. ഞങ്ങൾ ചരിത്രം പരിശോധിക്കുന്ന സഹോദരന്മാരെ, ഫുളൈൽ ബിൻ ഇയാദ് ചൊല്ലിക്കത്തെ ഒരു വലിയ ആലിമു ചരിത്രത്തിലുണ്ട്. അയാളാറ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ്, അതേപോലെ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ്, അങ്ങനെ വലിയ വലിയ താബിഈ പണ്ഡിതന്മാരെ ഉസ്താദായിട്ടിന്ത് ഫുളൈൽ ബിൻ ഇയാദ്. ഫുളൈൽ ബിൻ ഇയാദ് ആറായിട്ടിന്ത്, അയാള് ഒരു കല്ലായിട്ടിന്ത്. അയാൾ ഒരു കാലത്ത് ആൽമാർ ഔത്തുകെല്ലാം പോയിട്ട് കക്കര ഒരാളായിട്ടിന്ത്. അയാൾ ഒരു നാൾ അയാൾ പരിശുദ്ധ ഖുർആന്റെ ഒരു ഔത്തു കക്കുക വേണ്ടി പോയ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വേറെ ഒരാവശ്യത്തിന് ഒരു ഔത്തു പിന്നെ നൂലകു ഭർത്തായ സന്ദർഭത്തിൽ ആ ഔത്ത് ഒരു പെണ്ണ് ഖുർആൻ ഓതിയോണ്ട്, അലം യഅനിൽ ലദീന ആമനു അൻ യഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലെ വിശ്വസിച്ച ആൾമാർക്ക് ടൈം ആയിട്ടില്ല, അയാൾ മുസ്ലിം ആയിട്ട് എന്നൊരു ആയത്തിലുള്ളത് വിശ്വസിച്ച ആൾമാർക്ക് ടൈം ആയില്ലേ, അള്ളാഹുരെ പേടിക്കുക, അങ്ങനെ നഫ്സിൽ കൊണ്ട് അള്ളാഹുരെ പേടിക്കുക എനിക്ക് ടൈം ആയില്ലേ ചൊന്നൊരായത്ത് കേട്ടപ്പ അയാളുടെ നഫ്സ് ചേഞ്ച് ആയിട്ട് ഇത്ര വലിയ കല്ലായിട്ട് ജീവിച്ച് പിന്നെ കട്ടുകൊണ്ടും അതേപോലെ പിന്നെ അത്തരത്തിലുള്ള ഹറാമല്ല ആക്കിയോ ഇന്ന് എനിക്കത്തൊരു മനുഷ്യ ഇസ്ലാമിക ലോകത്ത് ആദരിക്കരക്കത്തെ വലിയ വലിയ ഇമാമിങ്ങളെ ഉസ്താദായി തീന്തയാൾ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ആവുക എങ്കില ഞങ്ങളെ നഫ്സ് വിചാരിക്കണോ ചൊല്ലതായിട്ടിക്കറ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അവിടെ ഞങ്ങളെ നഫ്സ് വിചാരിക്കണോ ചൊന്നുണ്ടായെങ്കിൽ ഞാൻ ഫസ്റ്റ് ചൊന്നല്ലേ, ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കണ, സ്വർഗത്തേക്ക് പ്രവേശിക്കണുണ്ടായെങ്കിൽ ഞങ്ങളെ നഫ്സുക്ക് ഭംഗ ഉള്ളതായ പണി ഞങ്ങൾ ആക്കണു. അതായിട്ട് ഞങ്ങളെ നഫ്സുക്ക് ഭംഗ ഉള്ളേ പ്രവർത്തനം കൊണ്ടിട്ടായിട്ടിക്കറ അള്ളാഹു സ്വർഗത്തെ കവറാക്കിയത്. അപ്പൊ ആ സ്വർഗത്തേക്ക് പ്രവേശിക്കണുണ്ടായെങ്കിൽ ഞങ്ങളെ നഫ്സുക്ക് ഭംഗ ഉള്ളതായ പ്രവർത്തനം ഞങ്ങൾ ആക്കണം. ഇനി നോക്കൊരു സഹോദരന്മാരെ, ഈ ഒരു റമദാൻ തിങ്ങൾക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ വ്യത്യസ്തമായ ആൾമാരെ നിങ്ങൾക്ക് കാണുക സാധ്യമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ 3 കാറ്റഗറി ആൾമാരെ വിഷയം അള്ളാഹു ചൊന്ന. റമദാനിട്ടല്ല, എല്ലാ വിഷയത്തിലും ഈ 3 വിഭാഗ ആൾമാർ ഇക്കറാറുണ്ട്. ഈ 3 വിഭാഗത്തിൽ ഞങ്ങൾ ഏതിൽ പെടണു നോക്കൂ. അള്ളാഹു ചൊല്ല അള്ളാഹു ചൊല്ല നന്റെ കിതാബരെ നാൻ എന്താക്കിയ, നാൻ തെരഞ്ഞെടുത്ത കുറെ അടിമമാർക്ക് നാ കൊടുത്ത, അല്ലെങ്കിൽ അള്ളാഹുരെ സ്ലേവ്സ് അള്ളാഹു കൊടുത്ത അള്ളാഹു ചൊല്ലെ. അങ്ങനെ അത് കൊടുത്ത സന്ദർഭത്തിൽ അങ്ങ് 3 വിഭാഗ ആൾമാരായാർ. ഇത് റമദാനുക്കും എല്ലാത്തുക്കും ബാധകമായിട്ട് കൃത്യം ഞങ്ങിപ്പ റമദാന്റെ വിഷയത്തിൽ ഇത് ചർച്ചാക്കാം. അപ്പൊ റമദാനുക്ക് പ്രവേശിച്ചിട്ടായെങ്കിൽ 3 വിഭാഗ ആൾമാർ. ഒന്നാമത്തേത് ഫമിൻഹും വാലിമുൽ ലിനഫ്സിഹി, ഒന്നാമത്തെ വിഭാഗം സ്വന്തം തൊട്ടിക അക്രമ കാട്ടിയ ആൾമാർ. ആറ് റമദാന് വന്നിട്ടും അവന്റെ ജീവനത്തിൽ ചേഞ്ചസ് ഒന്നുമില്ല, അവന് കേൾക്കരുത് കേട്ടോണ്ടുള്ള, കാണ്ടത് കണ്ടോണ്ടുള്ള, ആക്കരുതെല്ലാം അവൻ ആക്കിയോണ്ടുള്ള, അവന്റെ ജീവനത്തിൽ ഒരു ചേഞ്ചസും ഇല്ല. അങ്ങനത്തെ ആൾമാർ, ഇത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി വമിൻഹും മുഖ്തസിദ്, ഒരു മധ്യമ നിലപാട്, ഒരു മീഡിയം നിലപാട് സ്വീകരിച്ച ആൾമാർ. അങ്ങനെ പ്രത്യേകത എന്തിന്, മുഖ്തസിറുൻ അലാ മാ യജിബു അലൈഹി താരിഖുൽ മുഹറം, അഥവാ വാജിബായത് നിർബന്ധമായതെല്ലാം ഉണാക്കിറ, ഹറാമിൽ നിന്നിട്ട് അവൻ വിട്ടു നിன்று. അതൊരു മുഖ്തസിദ്, ഒരു മധ്യമ നിലപാടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയത്. ഇനി മൂന്നാമത്തേത് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ഖൈറാത്ത്, ഖൈറാക്കിട്ട് മുന്നൽ വന്നതായ ആൾമാർ. അങ്ങനെ അതിൽ പരിശ്രമിക്കാറ്,
അങ്ങനെ പരിശ്രമിച്ചിട്ട് ഫർളുമാക്കാറ്, സുന്നത്തുമാക്കാറ്, ഹറാമിൽ നിന്നിട്ട് വിട്ടു നിൽക്കാറ്, കറാഹത്തിൽ നിന്നിട്ട് പോലും വിട്ടു നിൽക്കുക ശ്രമിക്കാറ്, ഹലാല് പോലും ചില സന്ദർഭത്തിൽ അതിനെ അനുയോജ്യമായ ടൈമിൽ മാത്രം ഈ രൂപത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവനെ കൊണ്ടുപോകുക ശ്രമിക്കാറ്. ഇങ്ങനെ 3 വിഭാഗ ആൾമാറിക്കാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. ഇതിൽ 3ാമത്തെ വിഭാഗത്തിൽ പെടകൂ ഞങ്ങളെല്ലാവരും പരിശ്രമിക്കണം. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഞങ്ങൾക്ക് ആയില്ലെങ്കിൽ 2ാമത്തെ വിഭാഗത്തിൽ എന്തും സഹോദരന്മാരെ ഞങ്ങൾ പെടകു ശ്രമിക്കണം. 1ാമത്തെ വിഭാഗത്തിൽ ഞങ്ങൾ പെടകു തീരാം. 1ാമത്തെ വിഭാഗത്തിൽ പെട്ടെങ്കിൽ അള്ളാഹു ചൊന്നെന്തരെ വാലിമുലി നഫ്സിഹി സ്വന്തത്തൊട്ടിಗೆ അക്രമ കാട്ടിയെ ആൽമാറിൻ്റെ ഇട്ടിക്കരങ്ങളെ വിഷയത്തിൽ ചൊന്നത്. അതുകൊണ്ട് സഹോദരന്മാരിതാ ഷഅബാൻ തിങ്കള് കൂടെ തീറുകു പോയുണ്ട്, റമദാൻ തിങ്ങൾക്ക് ഞങ്ങൾ പ്രവേശിക്കുക പോയുള്ള ഷഅബാൻ തിങ്ങലിലെ ഞങ്ങൾ അതിക്ക് വേണ്ടതായ പ്രിപ്പറേഷൻസ് ഞങ്ങൾ ഓരോരുത്തരും ആക്കണം. ഇബ്നു ഹജർ അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ ചൊല്ലൊരു പലക്ക കാണാം. അയാൾ ഒരു കവിതയിൽ അയാൾ ചൊല്ലു മലാ റജബുൻ വമാ അഹ്സൻത ഫീഹി. അയാൾ ചൊല്ലു മലാ റജബ് തിങ്ങൾ കഴിഞ്ഞിട്ട് ആ റജബ് തിങ്ങൾ വമാ അഹ്സൻത ഫീഹി നിക്ക് നല്ല ഇബാദത്ത് എന്തും നിക്കാക്കുകയായിട്ടില്ല. അല്ല, റജബ് തിങ്ങൾ ചൊല്ലത് ഒരു പവിത്രമായ തിങ്കളായിട്ട് ആ തിങ്കൾ ഞങ്ങൾ എന്തൊരു ഇബാദത്താക്കിറ, ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഇബാദത്താക്കിയിട്ട് അള്ളാഹുട്ട് മുട്ടാവുക ഞങ്ങൾ ശ്രമിച്ചിരമാ ഇല്ല. ഒമാ അഹ്സൻത ഫീഹി നല്ലതാക്കിയിട്ടില്ല. വഹാദാ ഷഹ്റു ശഅബാൻ അൽ മുബാറക്. ഇതാ ഷഅബാൻ തിങ്കൾ നിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അതാ ഫയാമൻ ലയ്യഅൽ ഔഖാത ജഹ്ല. അതെ, റജബ് തിങ്ങല് അതിരെ ടൈം വേസ്റ്റ് ആക്കിയ ആൾമാർ അഥവാ ഇബാദത്താക്കാണ്ട് പ്രത്യേകിച്ച് ഖുർആൻ ഓതാണ്ട് അള്ളാഹുരട്ട് മുട്ടാവൂ ശ്രമിക്കാത്ത ആൾമാർ ഇതാ നിങ്ങൾക്കിതാ ഷഅബാൻ തിങ്കൾ വന്നിട്ടുണ്ടോ. അതുകൊണ്ട് ബിഹുർമത്തിഹാ അഫിഖ് വഹ്ദർ ബവാറക്. അതാ ഈ ഷഅബാൻ തിങ്കൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടോ. ആ ഷഅബാൻ തിങ്ങളുടെ പവിത്രത നിങ്ങൾ മനസ്സിലാക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാറ ഇബാദത്താക്കിയോ ഇന്ന് തിങ്കളായിട്ടിന്ത്, യാറ നോമ്പെടുത്തോ ഇന്ന് തിങ്കളായിട്ടിന്ത്. അതുകൊണ്ട് നിങ്ങൾ അതാ ഒന്ന് ആ ഷഅബാൻ തിങ്ങളുടെ പവിത്രത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇബാദത്താക്കൂ. ഫസൗഫ തുഫാരിഖുൽ ലദ്ദാത ഖസ്റൻ. ഇനി ഞങ്ങൾക്കതൊക്കെ ടൈമില്ല, ബിസിയുള്ള ഞങ്ങൾ ദുനിയാവരെ ജീവനത്തിലെ ഞങ്ങൾ ബിസിയുള്ള ജോബിലും ഞങ്ങളുടെ ഡ്യൂട്ടിയിലും ഞങ്ങൾ ഇങ്ങനെ ബിസി ആയിട്ടുള്ള ഉണ്ടായെങ്കിൽ അയാൾ ചൊല്ലിട്ട പലക്ക ഫസൗഫ തുഫാരിഖുൽ ലദ്ദാത്. നിങ്ങൾ ഇപ്പൊ ആസ്വദിച്ചോ ഈ ലദ്ദത്തുണ്ടല്ലേ, ഈ ആസ്വാദനം ഉണ്ടല്ലേ, അതിലെല്ലാം നിങ്ങൾ വിട്ടുപോകേണ്ടതായ ഒരു നാളുണ്ട്. എങ്ങനെ വിട്ടുപോണ്ടേ? ഖസ്റൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കും നിങ്ങൾ അതിനെ വിട്ടുപോണ എനിക്കത്തെ ഒരു 4 ബണ്ട്. അങ്ങനെ 4 വരുമ്പോ വയുഖ്ലി അൽ മൗതു ഖുർഹൻ മിൻക ദാറക്. നിന്റെ ഔത്ത് പോലും നിന്റെ ഔത്തിൽ നിന്നിട്ട് മരണം എന്താക്കറ് നിന്റെ ദൂറാക്കരുതായ ഒരു 4 നിക്ക് പറവുണ്ടു. അതുകൊണ്ട് ಅದಕ್ಕೆ മുന്നോൽ നിങ്ങൾ എന്താക്കറു അമലാക്കിട്ട് അള്ളാഹുരെ മുട്ടാവറു ചൊന്ത ഇട്ടിക്കറ്. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലത് ഞങ്ങൾ കാണുക സാധ്യം. അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഒരു തിങ്ങല്ലേ ഞങ്ങൾ അതിക്ക് വേണ്ടിയിട്ടുള്ള എനിക്കത്തെ പ്രിപ്പറേഷൻസ് ഞങ്ങൾ തുടങ്ങണം. റമദാൻ തിങ്ങല് ഞങ്ങളെ മനസ്സിൽ കൊറിയ പ്ലാൻ അല്ല വേണു. ഈ റമദാൻ എത്തിയിട്ടായെങ്കിൽ ഇങ്ങനെയല്ല നക്കത്തെല്ലാം അമലാക്കണു. എൻ്റെ ജീവനത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊമ്പറണോ ചൊല്ലത്തെ ഒരു പ്ലാൻ ഞങ്ങൾക്ക് വേണു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ.